ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ സന്നദ്ധ സേന രൂപീകരിച്ച് CPIM കണ്ണൂർ മേനപ്പുറം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫ്യൂണറൽ ഫോഴ്സ് എന്ന സേന പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. പരിശീലനം ലഭിച്ച 45 വോളണ്ടിയർമാരാണ് സേനയിലുള്ളത്. കൂത്തുപറമ്പ് രക്തസാക്ഷി പുഷ്പന്റെ നാട്ടിലാണ് സാമൂഹ്യ സേവനത്തിന്റെ ഉജ്ജ്വല മാതൃക പിറന്നത്. പ്രതിഫലം വാങ്ങാതെ ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ 45 പേരടങ്ങുന്ന സന്നദ്ധ സേന. എല്ലാ മതവിഭാഗങ്ങളുടെയും സംസ്കാര ചടങ്ങുകൾ നടത്താൻ പരിശീലനം നേടിയവർ. CPIMന്റെ മേനപ്പുറം ലോക്കൽ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഫ്യൂണറൽ ഫോഴ്സ് എന്നുള്ള ഒരു ആശയം രൂപപ്പെട്ടിട്ടുള്ളത്. ഫ്യൂണറൽ ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മേഖലയിൽ ജാതിമത രാഷ്ട്രീയമേതുമാകട്ടെ ഒരു വ്യക്തി മരണപ്പെട്ടാൽ മരണപ്പെട്ട ആ സമയം മുതൽ സംസ്കാരവും അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കുക എന്നുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ദീപകാരുണ്യ പ്രവർത്തനമാണ് ഫ്യൂണറൽ ഫോഴ്സ് ഉദ്ദേശിക്കുന്നത്. ഇതിന് നമുക്ക് മുൻ മാതൃകകളില്ല. ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് CPIMന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു സംവിധാനം ഒരുക്കുന്നത്. സംസ്കാര ചടങ്ങുകൾക്ക് ആവശ്യമായ സാമഗ്രികളും ഫ്യൂണറൽ ഫോഴ്സിന്റെ കൈവശമുണ്ട്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഫ്യൂണറൽ ഫോഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സുഖദുഃഖങ്ങളിൽ പങ്കാളികളായി, ഉത്സവാഘോഷങ്ങളിൽ പങ്കാളികളായി, ഏകോദര സഹോദരങ്ങളെ പോലെ ഇന്നും ജീവിക്കുന്ന മനുഷ്യര് ജീവിക്കുന്ന പ്രിയപ്പെട്ടവര് ഒറ്റ ഇടം മാത്രമേ ഇന്ത്യയിലുള്ളൂ. ആ ഇടമാണ് ഞാനും നിങ്ങളും ജീവിക്കുന്ന കൊച്ചു കേരളം. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പുരോഗമന പ്രസ്ഥാനങ്ങളാണ്. ആ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന വർഗബോധമാണ്. അതാണ് കേരളത്തെ കേരളമാക്കി ഇങ്ങനെ നിലനിർത്തുന്നത്. ആ കേരളത്തിന്റെ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ടുകൂടിയാണ് ഇവിടെ നിങ്ങളുണ്ടാക്കുന്ന ഫ്യൂണറൽ ഫോഴ്സ് എന്ന് പറയുന്നത്. എല്ലാ മതവിഭാഗക്കാർക്കും അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായി മൃതശരീരം സംസ്കരിക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുന്നു. CPIM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം V ഉദയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ, ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. മേനപ്പുറം ലോക്കൽ സെക്രട്ടറി T ജയേഷ് സ്വാഗതവും KP ഷിനോജ് നന്ദിയും പറഞ്ഞു. കൈരളി ന്യൂസ്, കണ്ണൂർ.